മോളെ തീയിൽ കളിക്കാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ജപ്പാനിലെ ഒരു കടലോര ഗ്രാമത്തിൽ ഒഹിയാമ എന്നൊരു പേരുള്ള ഒരു മുനിവര്യൻ താമസിച്ചിരുന്നു. കടലിനെ തൊട്ടുരുമി നിൽക്കുന്ന ഒരു കുന്നിന് പുറത്തായിരുന്നു താമസം. ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത് പാവപ്പെട്ട മുക്കുവരായിരുന്നു. അവർക്ക് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് തിന്നും കുടിച്ചു ജീവിച്ചിരുന്നു. നിസാര കാര്യങ്ങളെ ചൊല്ലി അവർ തമ്മിൽ അടിപിടി കൂട്ടലും ചീത്ത വിളിക്കലും അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അടിപിടി രൂക്ഷമാകുമ്പോൾ വടിയും കുത്തിപ്പിടിച്ച് മുനിവര്യൻ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലും. മക്കളെ, ഇങ്ങനെ അടുക്കും ചിട്ടയും ഇല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. തമ്മിൽ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കുന്നതാണ് നല്ലത്. ഒന്ന് പോടോ കിളവാ, താൻ പോയി തൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് മുനിവര്യനെ അവർ ആട്ടിപ്പായിക്കും. മുനിവര്യൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകും. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരോട് ക്ഷമിക്കണമേ. തീരദേശവാസികളുടെ ഒരു മഹോത്സവം വന്നു. എല്ലാവരും കൊടിതോരണങ്ങളൊക്കെ കെട്ടി ആഹ്ലാദിക്കാൻ തുടങ്ങി. അവിടെ ആരൊക്കെ വന്നെന്നറിയാവോ? ആരൊക്കെ മുത്തശ്ശി? കളിയാട്ടക്കാർ, പക്ഷി വിൽപ്പനക്കാർ, മിഠായി വിൽപ്പനക്കാർ, പടിവിദ്യക്കാർ. 仲間と一緒にはしゃぐ夏の夜雨宿りの後の虹が綺麗だねやった എന്ത് രസമായിരിക്കും അവിടെ കാണാൻ. の中この気持ちはまさに自由な feeling 踊り疲れてもまだ足りないくらい最高の思い出 Paradise in the night yeah 祭りの夜は This Rooster Candy is a festival favorite ആ ഉത്സവം പാതിരാത്രി വരെ നീളും. പിടിച്ചും കൂത്താടിയും കെട്ടിമറിഞ്ഞും തീരദേശവാസികൾ അഴിഞ്ഞാടുന്നത് മുനിവര്യൻ കുന്നുമുകളിലിരുന്ന് കണ്ടു. അപ്പോഴാണ് ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികൾ ഉച്ചത്തിൽ കരയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം കടലിലേക്ക് നോക്കിയപ്പോൾ കടൽ വല്ലാതെ ഉൾവലിഞ്ഞത് അദ്ദേഹം കണ്ടു. കടലിൽ താണുകിടക്കുന്ന കരിമ്പാറകൾ മുഴുവനും പൊങ്ങി നിൽക്കുന്നു. കുട്ടിക്കാലത്ത് തൻ്റെ പിതാവ് പറഞ്ഞ കാര്യം ഒഹിമായ്ക്ക് ഓർമ്മ വന്നു. ഇതുപോലെ കരിമ്പാറകൾ പൊങ്ങി നിന്ന ഒരു ദിവസമാണ് രാക്ഷസ തിരമാലകൾ കരയ്ക്ക് കയറി വന്ന് പിളർന്ന് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരെ നശിപ്പിച്ചു, വിഴുങ്ങി. അയ്യോ, അപ്പൊ ആരെയും രക്ഷപ്പെട്ടില്ലേ? കുറച്ചാളുകൾ മാത്രം രക്ഷപ്പെട്ടു. മുനിവര്യൻ ചിന്തിച്ചു, ദൈവമേ, അതിവിടെ ആവർത്തിക്കാൻ തുടങ്ങുന്നു. സ്വലഹരിയിൽ അർമാദിക്കുന്ന ഈ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. 仲間と一緒にはしゃぐ夏の夜雨宿りの後の虹が綺麗だね屋台の匂いとざわめく里の中この気持ちはまさに自由な feeling 踊り疲れてもまだ足りないくらい最高の思い出 Paradise in the night yeah 祭りの夜は終えらない ഞാൻ വടിയും കുത്തിപ്പിടിച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേന് ആ പാവങ്ങളെല്ലാം തീർന്നിരിക്കും. ഇനി എന്ത് ചെയ്യും ദൈവമേ? എന്താ ചെയ്യാ മുത്തശ്ശി? ഈ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അടുക്കളയിൽ പോയി അടുപ്പിൽ നിന്ന് തീ എടുത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമത്തിന് തീ കൊടുത്തു. ഇന്നും മുകളിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് ആ ദേശവാസികൾ പറഞ്ഞു, ആ കിളവനിപ്പോൾ വെന്ത് നശിച്ചു കാണും. നമ്മളെ ശല്യപ്പെടുത്തുന്നവനാണെങ്കിലും നമുക്ക് പോയി രക്ഷിക്കാം. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കുന്നുമുകളിലേക്ക് ഓടി. അവിടുന്ന് വെള്ളം എടുത്ത് മണ്ണ് കുത്തി വാരിയിട്ട് ആ തീ കെടുത്തി. ഒന്ന് പറയട്ടെ, ഈ സമയം കൊണ്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ സാധനവും സുനാമി വിഴുങ്ങി. സുനാമിയോ? അതെന്താ മുത്തശ്ശി? വലിയ രാക്ഷസ തിരമാലകൾ കരയിലേക്ക് അടിച്ചു വരുന്നതിനാണ് സുനാമി. മുനിവര്യൻ അവരോട് വന്ന് പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാനാണ് ഞാനിവിടെ തീയിട്ടത്. അത് കേട്ട് അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ വീണ് തേങ്ങി.
ഗുരു, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ ദൈവം. അങ്ങില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചേനെ. ഒരിക്കലും കടലോരവാസികൾ അദ്ദേഹത്തെ നിന്ദിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല. ഈ കഥയിൽ നിന്ന് മോൾക്ക് എന്തു മനസ്സിലായി? മുതിർന്നവരുടെ വാക്കുകളും ഉപദേശവും നാം ഒരിക്കലും തള്ളിക്കളയരുത്, കളിയാക്കുകയും ചെയ്യരുത്. വെരി ഗുഡ്. വാ, മുത്തശ്ശി പറയുന്നത് കേക്ക്, നമുക്ക് പോയി കിടന്നുറങ്ങാം. ശരി മുത്തശ്ശി.